നമ്മളെ ലൂസിഫർ സിനിമയില് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ്, ഗോവ കേന്ദ്ര ആസ്പദമാക്കിയിട്ട് ഡ്രഗ്സ് കേരളത്തിലോട്ട് ഒരു രഹസ്യമായിട്ട് കൊടുക്കുന്ന അല്ല പരസ്യമായിട്ട് കൊടുക്കുന്നു. ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് ഈ മൂവീസ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു 2-3 മാസമാവേ ഉള്ളൂ എൻ്റെ ടൗണിൽ തന്നെ ഫർസി വെബ് സീരീസ് ഉണ്ട്. അതായത് കള്ളനോട്ട് അടിക്കുന്നതിന്റെ ഒരു പരിപാടിയുള്ള വെബ് സീരീസ് ആണ്. അത് കണ്ടിട്ട് എടുത്ത് ഇൻസ്പയർഡ് ആയി കള്ളനോട്ട് അടിച്ചിട്ട് അതുകൊണ്ട് CDM പോലീസ് പിടിച്ചവൻ പറഞ്ഞത് ഫർസി സിനിമ കണ്ടിട്ടാണ് പഠിച്ചതെന്നാണ് അവൻ പറഞ്ഞത്. സോ ഒട്ടുമിക്ക എന്ന് വെച്ചാൽ കേരളത്തിലെ സിനിമകൾ മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള മിക്ക സിനിമകൾ ഈ ഒരു വയലൻസിന് ചെറിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 100% 25% ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. കാരണം എന്ന് വെച്ചാല് നമ്മളെ അതേപോലെ തന്നെ 1000 Babies എന്ന സിനിമ ഉണ്ട്. അതിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സീന് കണ്ടറിയാം, ഡീറ്റെയിൽ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു കണക്കിന് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ആവുമെന്നാണ്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ നമ്മുടെ പണ്ടത്തെ സിനിമ, കുറച്ച് മുമ്പത്തെ സിനിമകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ വയലൻസ് ഒക്കെ കാണിക്കണേന്ന് പറഞ്ഞാൽ എന്താ ഒരു അല്ല, അങ്ങനെയല്ല, ഒരിക്കലും ഇത് എങ്ങനെ സംഭവിക്കില്ലേ എന്നായിരിക്കും നമ്മുടെ ഓഡിയൻസിന് തോന്നുന്നത്. മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം പല സിനിമകളിലായപ്പോൾ എൻഡിങ്ങിനെല്ലാം അങ്ങനെയായിരിക്കും. ചില ക്രൂരമായ സംഗതികൾ നടക്കുമ്പോൾ, സീനുകൾ എടുക്കുമ്പോൾ നമ്മളെ കാണുന്ന ഓഡിയൻസിന് ചിലപ്പോൾ അങ്ങനെ നടക്കല്ലേ എന്നൊരു ചിന്താഗതി ഉണ്ടാവുന്ന രീതിയിലാണ് അവർ ആ സിനിമകൾ എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം അത് അതൊരു തീമാവുകയാണ്, വയലൻസ് ഒരു തീമാവുകയാണ്. അതൊരു മെയിൻ ഘടകമാണ്. മീൻസ് വയലൻസ് എന്തോ ഒരു എന്താ എല്ലാരെയും ഭയങ്കര ആകർഷിച്ച് സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ സിനിമകളുടെ മിക്ക ഹിറ്റുകളുമാണ് ഇപ്പൊ. അതൊരു വലിയൊരു സംഗതിയാണ്. ഇപ്പൊ ഈ അടിമലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹിറ്റുകളായ സിനിമകളാണ്. പക്ഷെ എല്ലാത്തിലും ഈ വയലൻസ് ആണ് മെയിൻ തീമായിട്ട് വരുന്നത്. മുമ്പൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോഴും ഇതും ചെറിയ എല്ലാരെയും ഇത് ബാധിക്കുന്നുണ്ടെന്നല്ല, പക്ഷെ ചിലപ്പോ 1% ആളുകളെങ്കിലും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഇപ്പം പ്രത്യേകിച്ച് പിന്നെ വിവാദമാകാൻ തുടങ്ങിയത്. ഇന്നലെയാണ് മുൻ പ്രതിപക്ഷ നേതാവും കൂടെ രമേശ് ചെന്നിത്തലയൊക്കെ എന്നെ പറ്റി പറഞ്ഞത്. അത് കേരളത്തിൽ മലയാള സിനിമയല്ല, ഞാൻ പറഞ്ഞത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മുഖ്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ചെറിയൊരു ഇൻഫ്ലുവൻസ് നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അത് അങ്ങനെയാണ്. ഇപ്പോഴേ നമ്മുടെ 5-ാം പതിരം എന്ന സിനിമ ഉണ്ടല്ലോ, ആ സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങിയ എന്തിനാണ് ഈ ഒരു സൈക്കോള് ചെയ്യുന്നത് കണ്ട് നമ്മൾ പേടിക്കുകയാണ് ചെയ്തത്. ആ ഒരു സൈക്കോ സൈമൺ ആ ഒരു ക്യാരക്ടർ ചെയ്ത ക്രൂരതകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകരുത് എന്നൊരു തീം നമ്മൾ ഐഡിയ ആ ഒരു സിനിമയായിരുന്നു നീ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴുള്ള നീ പറഞ്ഞത് അങ്ങനെയല്ല. ഡയറക്റ്റ് എല്ലാവരും ഇപ്പം മൂവീസ്, അതായത് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറുകയാണ്. ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്ത് കൂട്ടും. കാരണം ഇറ്റ്സ് എ മൂവി. ഇപ്പം മിക്ക സിനിമകളും അങ്ങനെ വയലൻസ് കയറി വരണമെങ്കിലും അഡൽട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാണ് ഇപ്പൊ ഇറങ്ങുന്നത്. എന്നിട്ടും ഇതൊരു ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഏതൊരു സിനിമ. ഇപ്പോഴ് ചില സിനിമകൾ ഇലുമിനേറ്റ് മാറുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂസിഫർ സിനിമയിൽ ആ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് എത്രത്തോളം ഇപ്പോഴും നല്ല രീതിയിൽ പ്രശസ്തമാവുകയാണ്. മിക്ക ട്രോൾസിലും എല്ലാ ഒരു സീനാണ് കയറി വരുന്നത്. കാരണം വെച്ചാൽ ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാഡമിയിലും പരസ്യമായിട്ട് കൊടുക്കുന്ന സാധനം അല്ല, രഹസ്യമായിട്ട് കൊടുക്കുന്ന സാധനം ഇന്ന് പരസ്യമായി. ആ ഒരു സീൻ സെറ്റപ്പ്. കാരണം ഇന്ന് അങ്ങോളം എല്ലായിടത്തും ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവം മൊത്തത്തിൽ കയറില്ല. ഇപ്പൊ നമ്മൾ 10 പഠിച്ചപ്പോൾ നമുക്ക് ബോധവൽക്കരണം ഉണ്ട് നമ്മുടെ സ്കൂളിൽ 6 വർഷം മുമ്പ്. ആ 6 വർഷം മുമ്പ് നമുക്ക് കിട്ടിയ ബോധവൽക്കരണം എന്ന് പറയുന്നത് മദ്യത്തിനെതിരെയും അതുപോലെ തന്നെ കഞ്ചാവിനെതിരെയാണ്. ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ല. എനിക്ക് ഇത് ഓർമ്മയില്ല. കാരണം അപ്പോഴും ഇരിക്കുന്നത് മദ്യം കഞ്ചാവ്. അതാണ് ആ ഒരു എക്സൈസ് ഓഫീസർ അന്ന് നമുക്ക് ക്ലാസ് എടുത്തത്. അതെനിക്ക് ഓർമ്മ. പക്ഷെ ഇപ്പൊ ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ട് മാത്രം ഇനി ഉപയോഗം സംശയമില്ല. കാരണം ഇതിപ്പം മൊത്തത്തിൽ സ്പ്രെഡ് ആവുകയാണ്. നമ്മളിത് കണ്ണടച്ച് പോകുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മള് പോകുന്ന മിക്ക കോളേജസിലായാലും സ്കൂളുകളിലായാലും ഇതിന്റെയൊക്കെ ഒരു ചെറിയ അംശമെങ്കിലും ഇപ്പം വലിക്കുന്നതായാലും ഇതിന്റെയൊക്കെ. പക്ഷെ ഈ അതോറിറ്റീസ് ഒന്നും അതിന് കാര്യമായിട്ട് എടുക്കുന്നില്ല. സ്കൂളിലായാലും കോളേജുകളിലായാലും വേറൊരു അപ്ഡേഷൻ അവിടെ കൊണ്ടുവന്നില്ല. അതിപ്പം എത്ര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാം നമ്മുടെ പരിപാടികൾ കാണും ഇതുപോലത്തെ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ വെറും ഈ ഒരു പ്രോഗ്രാംസ് കൊണ്ട് ഈ ബോധവൽക്കരണം ഇതുകൊണ്ട് ഇനി അതും വേണം ഇല്ലെന്നല്ല, പക്ഷെ അതുകൊണ്ട് മാത്രം ഇനി കാര്യമുണ്ടെന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് പോകണം. നെക്സ്റ്റ് ലെവലിൽ പറഞ്ഞ പദ്ധതി കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. കാരണം വെച്ചാല് ഉപയോഗമില്ലെന്ന് വെച്ചാല്
കോട്ടയത്ത് ഈ വിമുക്തിയുടെ ഈ ഒരു ക്യാമ്പിൽ ഏകദേശം ഒരു വർഷത്തിൽ വന്നത് 9,000+ ആൾക്കാരാണ് വിമുക്തിയിൽ വന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഡോപ്പമിൻ, ഇത് ഹാപ്പി ഹോർമോൺ 4 ഇരട്ടിയാണ് വർദ്ധിക്കുന്നത്. ഈ ഒരു സെയിം അവസ്ഥയ്ക്ക് തന്നെയാണ് ഇവർ ഇത് മാക്സിമം ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നമുക്കൊരു ഓരോ കാര്യം ഹോബി ആവുമല്ലോ, അത് 21 ദിവസം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു കാര്യം ഹോബി ആണെങ്കിൽ 20 ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് നമുക്കൊരു ഡിസിപ്ലിൻ റുട്ടീൻ ആയിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഈ ഒരു സെയിം സിറ്റുവേഷനിൽ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ 19 ദിവസത്തിൽ ബ്രെയിൻ മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ മൊത്തത്തിൽ ചേഞ്ച് ആകുമ്പോഴാണ് നമുക്ക് ഇതിനോടുള്ള വീണ്ടും ഇത് കിട്ടാതാവുമ്പോൾ ആ ഒരു പ്രാന്തത്തരമാണ് കാണിക്കൂല. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫേസ് ചെയ്യുന്നതിന് പകരം അല്ലാതെ ഒരു എന്താ പറയുക പ്ലഷർ കിട്ടാൻ വേണ്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ക്രൈംസുകളുടെ എണ്ണമൊക്കെ വളരെ കൂടി വരെയാണ്. അതും ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ആ ഒരു 6 പേരെ കൊന്ന ആ ഒരു കേസിലായിരുന്നാലും അവന്റെ ആ ഒരു ബ്ലഡ് സാമ്പിളിൽ ഒരു ലഹരിയും കണ്ടിട്ടില്ല, വേറെ മദ്യം മാത്രമേ ഉള്ളൂ. എന്നാലും എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്കുകളുണ്ട്. കാരണം ഒരു നോർമൽ മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ എനിക്ക് അറിയാം. കാരണം നമ്മൾ കോളേജിലുള്ള മിക്കവരും അവിടെ ചെന്നെത്തി പഠിച്ചിരിക്കുന്ന സ്ഥലമാണ് അവരൊക്കെ. അവിടെ ഇങ്ങനെ നടന്നപ്പോ നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നാട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് പോലും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മള് ചുമ്മാ ഇങ്ങനെ കളിയും തമാശയും പറഞ്ഞിരിക്കുന്ന ഈ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു അതിന്റെ അനിയൻ ചെറുക്കനെ മന്തി വാങ്ങിക്കാൻ കൊണ്ടുപോയ ആ ഒരു കടയുണ്ടല്ലോ, ആ കടയിൽ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും പലപ്പോഴും ചെന്ന് മന്തി ഫുഡ് അടിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് എല്ലാവരും മെയിൻ റീസൺ ഇത് തന്നെ ആയിരിക്കണം. പക്ഷെ ഇതിൽ കൂടെ ആ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് പോകണം. കാരണം വെച്ചാൽ ഒരിക്കലും ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. അറിയാൻ ബാക്കിയുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ മീഡിയസ് പറയുന്നത് നമുക്കറിയാം. മീഡിയാസ് അവന്റേതായ രീതിയിലും കുറെ മീഡിയാസ് ഒന്നും പറയാതിരിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു മര്യാദ ഒരു വീട്ടിൽ കയറിയിട്ട് ചങ്ക് തകർന്നിരിക്കണ ഒരുത്തിന്റെ അടുത്ത് വന്നിട്ട് മൈക്കും പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താ സംഭവിച്ചെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറയണ അവന്റെ മാനസികാവസ്ഥ. അതിനൊന്നും മീഡിയസ് വരാം. അവർക്ക് വേണ്ടത് പറയാതിരിക്കാൻ നല്ലത്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു ലഹരി അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ലഹരി എന്ന വയസ്സ് മാറ്റാം. ഈ ഒരു സെയിം കേസാണ് കേരളത്തിന് മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. നേരത്തെ ആ പഞ്ചായത്ത് നമ്മൾ മുക്കിയതുപോലെ 100% ലിറ്ററസി എന്ന് പറയുന്നത് ഒന്നും പറയില്ല. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും